ഇന്നത്തെ എൻ്റെ വേഷം കെട്ടാണ് ഇട്ടത്. ഒരു കോടാലിയുണ്ട്, അതുപോലെ തന്നെ കയറുണ്ട്, ഒരു മരം മുറിക്കാരനാവാൻ പോവാണ്. എൻ്റെ വീട്ടിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പ് അതിൻ്റെ മുകളിലൂടെയാണ് ഒരു കഴുങ്ങ് ഇന്നലെ വീണത്. അതിനുശേഷം ഇപ്പൊക്കെ ഒരു സമാധാനവുമില്ല, അതൊന്ന് റെഡിയാക്കി കൊടുക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ എൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കിട്ടും. ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ചെയ്യും വേണം, എന്നാൽ സ്വന്തമായിട്ട് ചെയ്യാനും കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ പ്രായം കൂടി ആകുമ്പോൾ മനസ്സിനിങ്ങനെ വല്ലാതൊരു വേവലാതി ഉണ്ടാവുമല്ലോ, അത് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊന്ന് മുറിച്ചിട്ട് വേറൊരാൾ ആവശ്യമില്ല, കാരണം അത്രയും വലിയൊരു സംഭവം നല്ലത്. ഇപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ വീണ് കിടക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ കവിഞ്ഞ് വീണൊന്നൊരു സംഭവമല്ല. എന്നാലും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ വേറൊരാളെ ആശ്രയിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവാറില്ല. അങ്ങനെ അവിടെ ഇപ്പോൾ ആദ്യം തന്നെ മനസ്സിലൊരു പ്ലാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കോണിയുണ്ട്, കോണി വെച്ചിട്ടുണ്ടെങ്കിൽ അത് താഴോട്ട് വീഴൂല, അപ്പോൾ പൈപ്പിനൊന്നും കേടുപാട് പറ്റൂല. അല്ലാതെ തന്നെ ആ ഈ കോണിയിൽ കയറിയിട്ട് അവിടുന്ന് ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്ലാന്. പക്ഷേ നമ്മൾ നോക്കിയിരുന്ന് പ്ലാനൊക്കെ പോലെ തന്നെ അങ്ങനെ സ്ലിപ്പായി പോകുന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും മുകളിൽ കയറി സ്ലിപ്പാവുന്നുള്ള ഉറപ്പായത് മനസ്സിലായതുകൊണ്ട് തന്നെ ഇവിടെ താഴ്ഭാഗം വെട്ടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു രക്ഷയില്ല, അങ്ങോട്ട് പെട്ടുന്നില്ല. കാരണം കഴുങ്ങിൻ്റെ ഉണക്കം പിടിച്ചിട്ടുണ്ട്. കഴുങ്ങ് പച്ചയല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വെട്ടുന്ന രീതിയിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ വെട്ടാൻ പറ്റില്ല. അപ്പോൾ ഉപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഞാൻ വെട്ടിയിട്ട് കിട്ടാഞ്ഞിട്ട് എൻ്റെ രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാൻ കൂടി നമ്മൾ ഉപേക്ഷിച്ച് രാവിലെ ആ താഴെ തന്നെ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ താഴെ കട്ട് ചെയ്തിട്ട് മെല്ലെ അങ്ങ് വലിച്ചെടുത്താൽ മതി എന്നുള്ളതാണ് മനസ്സിലാക്കി. കാരണം കവുങ്ങ് അത്ര വലിയ ഡേഞ്ചർ കവുങ്ങൊന്നുമല്ല. അപ്പോൾ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അത് അടിഭാഗം തന്നെ കട്ട് ചെയ്ത് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന് തള്ളിയിടണം. ഇത് അങ്ങോട്ട് വലിക്കുക, ഇങ്ങോട്ടും വലിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങോട്ട് വലിക്കാൻ നല്ലതെന്ന് തോന്നി. ഇപ്പോൾ പറയുന്നത് അങ്ങോട്ട് വലിക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ അഭിപ്രായ വ്യത്യാസം അവിടെ രൂപപ്പെട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ലൈഫ്. അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അതിൽ ചെറിയ ചെറിയ തർക്കങ്ങളായി വരും. അങ്ങനെ സംസാരിച്ച് അത് തീർക്കും. അതുണ്ടാകണമെന്ന് ആട്ടയക്കാന്ന് പറഞ്ഞു. എന്നാൽ പോകും നമ്മൾ പോയില്ലെങ്കിലേ തിരുവനന്തപുരം വെച്ചാലോ നാനാണ്ട് കിട്ടൂല. നീക്കി തള്ളിത്തരാം. തള്ളിയാൻ പണിയില്ല. ഇതൊക്കെ കണ്ടിരിക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ പറയുന്നത് നിങ്ങൾ രണ്ടാളും പറയണ ഒന്ന് തന്നെയാണ്. വെച്ചോ. അടുത്തെടുക്ക്. സിമ്പിൾ, ഇത്ര പണിയുള്ളത്. അപ്പോൾ ഇന്നത്തെ മിഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം.